ഹായ് ഹലോ അസ്സാം വലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ. ബാക്കിയല്ല, നമ്മളെ കുറച്ച് ഗാർഡൻ്റെ കുറച്ച് വിശേഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. ഇപ്പോൾ 2 ദിവസമായിട്ട് വല്ലാത്തൊരു ഗാർഡൻ ക്ലീനിങ് തന്നെ ആയിപ്പോയിട്ടാ. ഒരു ദിവസം എടുത്തിട്ട് ചെയ്യാനുള്ള ഗാർഡൻ ക്ലീനിങ് ആണ്. ഇപ്പോൾ 2-3 ദിവസം വെച്ചിട്ടാണ് കേട്ടോ നമ്മളത് കംപ്ലീറ്റ് ആക്കിയത്. വേറെ ഒന്നുമല്ല, നമ്മൾ ആ ഒരു പണിയെടുക്കും, പിന്നെ എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞിട്ട് നമുക്ക് പുറത്ത് പോകാനുണ്ടാവും. പിന്നെ പിറ്റേന്നും പിന്നെ ഗാർഡൻ്റെ ബാക്കി പണിയെടുക്കും. അന്നും പിന്നെ പുറത്ത് പോയി. ഇനിയിപ്പോൾ ഏതായാലും ഇന്നത്തിലാണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതാ രാവിലെ തന്നെ ഇതൊക്കെയാണ് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോഴാണ് തേങ്ങ ഇടണ ആൾക്കാർ 2-3 പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങോട്ട് സിറ്റോട്ട് ഇറങ്ങിയപ്പോൾ അവരെയാണ് കണ്ടത്. അപ്പോൾ നമ്മൾ തേങ്ങടലൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മുറ്റത്തെ ഈ ഒരു തെങ്ങ് ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ വണ്ടി ഇവിടെ മുറ്റത്തുള്ളതുകൊണ്ട് ഇട്ടിട്ടില്ല. കാക്കന്ന് ഇവിടെ ഇല്ലേനും. അപ്പോൾ ഏതായാലും ഞാൻ പിന്നെ അവരെ വിളിച്ച് പിന്നെ അറിയാത്ത ആൾക്കാരാണ് കേട്ടോ. നമ്മളിവിടെ ഇടാത്ത ആൾക്കാരാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് ഇട്ട് തരാമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ വേഗം ഉമ്മാനോട് പറഞ്ഞപ്പോൾ ഉമ്മയും പറഞ്ഞ് പറഞ്ഞു. അങ്ങനെ ഇട്ട് പിടിച്ച പ്രതീക്ഷിക്കാതെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും അത് ഉപകാരമായി. മറ്റത് ഇങ്ങനെ നല്ലോണം വീണുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ എപ്പോഴും മുറ്റത്തേക്ക് ഇറങ്ങണതല്ല. അപ്പോൾ അത് കഴിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അങ്ങനെ കാക്ക വണ്ടിയൊക്കെ എടുത്ത് പുറത്ത് പോയി. ഇങ്ങോട്ട് പിന്നെ തേങ്ങടലൊക്കെ കഴിഞ്ഞ ശേഷം കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇതാ ഒരു തേങ്ങ. അപ്പോൾ അവരിങ്ങനെ ചോദിക്കുന്നുണ്ട് ഒന്നേ ഇടാനുള്ളൂ എന്ന്. കാരണം ഒരു 3-4 പേരുണ്ട്. പാവം തോന്നും ചെയ്യും. നമ്മളാണ് ഇട്ടും ചെയ്തല്ല. ഇട്ടിട്ട് 15 ദിവസം ആയിട്ടില്ല. അപ്പോൾ പിന്നെ ഈ ഒരു തെങ്ങല്ലേ ബാക്കിയുള്ളൂ. അപ്പോൾ അതിട്ടിട്ട് അവർ പോയി. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പെറുക്കി ഒരു ഭാഗത്തേക്ക് ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഒന്ന് പെറുക്കി കൊടുത്തിട്ടാണ്ട് പിന്നെ ഞാൻ എൻ്റെ പണിക്ക് നിൽക്കാൻ വിചാരിച്ചു. കാരണം ഇതും അതും കൂടി ആകുമ്പോൾ പിന്നെ ഒരുപാട് സമയമാവില്ല. അങ്ങനെ കുറച്ച് തേങ്ങയൊക്കെ ഒന്ന് പെറുക്കി കൂട്ടിക്കാണ്ട് പിന്നെ ഞാൻ എൻ്റെ പണിക്ക് നിൽക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തിട്ടും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ കമൻറ്റ് ഒന്ന് അറിയിക്കട്ടെ. നല്ല അടിപൊളി കമൻറ്റൊക്കെ ഇടുക. പിന്നെ ഇതാ അപ്പോൾ കാക്ക ഏതായാലും തേങ്ങ പെറുക്കണുണ്ട്. പിന്നെ ഒരുപാടൊന്നുമില്ല, പിന്നെ പെറുക്കണുണ്ട്, ഓല നിൽക്കണുണ്ട്, അങ്ങനത്തെ പണിയൊക്കെ ഉണ്ട്. പിന്നെ മുറ്റം ഒരു ലോഡ് അടിച്ചു വരാനുണ്ട് കേട്ടോ. തേങ്ങ ഇടുമ്പോൾ പിന്നെ അറിയില്ല, കച്ചറൊക്കെ നല്ലോണം ഉണ്ടാവും. അപ്പോൾ പിന്നെ അതൊന്നും അടിച്ചു വരാൻ വേണ്ടി നിന്നില്ല. നമുക്ക് അതിൻ്റെ മുന്നേ ഇതൊക്കെ ഇടും പെയിൻ്റ് ഒന്ന് അടിക്കണം. ചട്ടിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും മുറ്റം ക്ലീനാക്കലൊക്കെ കഴിഞ്ഞതാണ്. പക്ഷെ ഇനിയിപ്പോൾ ഒന്നും കൂടി ക്ലീനാക്കാനായിട്ടുണ്ട്. അപ്പം ഞാൻ പെയിൻറ്റിൻ്റെ ടിന്ന് തുറന്ന് നോക്കുമ്പോൾ പെയിൻറ്റ് ആകെ കട്ട പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ആകെ ഇതായി. പിന്നെ ഇറങ്ങി തിരിച്ചും ചെയ്ത് പിന്നെ ചട്ടിക്ക് പെയിൻ്റ് അടിക്കണമെന്നൊന്നുമില്ല, ഇതൊന്നുമില്ല. കാരണം ഞാനിപ്പോൾ ക്ലീൻ ആക്കിയപ്പോൾ തന്നെ ചട്ടി നല്ല കളറും നല്ല അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ എനിക്കത് പെയിൻ്റ് അടിക്കാൻ ഞാൻ ഒരായി പൊറുതേടാണ് കേട്ടോ. അപ്പം ഞാനത് കട്ടങ്ങട്ടായിട്ടില്ല, നല്ല കട്ട പിടിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ഞാൻ നല്ലോണം ഒരു കൊള്ളിയെടുത്തിട്ട് ഇളക്കി ഒരു അരമണിക്കൂറല്ല കേട്ടോ ഞാൻ ഇളക്കിയിട്ടുള്ളത്. വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഇളക്കി സെറ്റാക്കി എടുത്ത് ലൂസാക്കി എടുത്തിട്ടാ. പിന്നെ ഇത് കുറച്ച് ദിവസം കൂടി ഈ നൃത്തം നിൽക്കുകയാണെങ്കിൽ പറ്റ കട്ട പിടിച്ച് ഒന്നിനും പറ്റാത്ത അവസ്ഥ. ഞാൻ ഏതായാലും എടുത്ത് നോക്കിയത് നന്നായി. അപ്പോൾ ഇതിപ്പോൾ 1 കൊല്ലം 2 കൊല്ലം മുന്നത്തെ പെയിൻ്റ് ഇടീനാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറേശ്ശെ എടുക്കും, പെയിൻ്റ് അടിക്കും, അങ്ങനെയൊക്കെയാണ്. വെള്ളം ചേർത്തിട്ടല്ല നമ്മൾ അടിക്കുക. അപ്പം ഇത് ഞാൻ പിന്നെ അധികം ഇങ്ങോട്ട് വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. ആവശ്യത്തിന് മാത്രമേ വെള്ളം ചേർത്തിട്ടുള്ളൂ. ഒറ്റ അടിയായിട്ടാണ് കേട്ടോ പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നത്. മറ്റേത് ഞാൻ വെള്ളം കൂട്ടി അടിക്കുമ്പോൾ 2 അടിയായിട്ട് അടിച്ചെടുക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും പണിയാക്കം കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുകയാണെങ്കിൽ ഒറ്റ പ്രാവശ്യം അടിച്ചെടുത്താൽ മതി. മറ്റേത് നമ്മൾ 2 പ്രാവശ്യമാക്കി അടിക്കണ്ട. അപ്പോൾ ഞാനൊന്ന് നോക്കുകയാണ് കേട്ടോ. വലിയ ചട്ടിമേലൊക്കെ ഒന്ന് അടിച്ചിട്ട് ഓക്കെ ആണോ നോക്കുകയാണ്. അപ്പോൾ സംഭവം സൂപ്പറായി. കുറച്ച് നേരെ മെനക്കെട്ട് ഇളക്കിയാലും സംഭവം അടിപൊളിയായിട്ടാണ്. അപ്പം ഇനി ഏതായാലും എല്ലാ ചട്ടിക്കും ഒന്ന് പെയിൻ്റ് അടിച്ചിട്ട് ഈ ഒരു പെയിൻറ്റ് കാലിയാക്കണം. അപ്പോൾ ഇന്നത്തെ പരിപാടി പെയിൻ്റ് അടിക്കലാണ് കേട്ടോ. അപ്പോൾ കുറേ ഞാൻ നിന്നിട്ട് അടിച്ചു നോക്കി. നമ്മൾ മതിൽമേൽ ഇങ്ങനെ ചട്ടി കയറ്റി വെച്ചതുകൊണ്ട് നമുക്ക് പെയിൻ്റ് അടിക്കാനും അതുപോലെ ചട്ടി ക്ലീൻ ആക്കുന്ന ടൈമിലൊക്കെ നല്ല സുഖമായത് കേട്ടോ. മറ്റേ നിലത്ത് വെച്ചിട്ട് ചെയ്യുമ്പോൾ കുമ്പിട്ട് കാണാൻ ചെയ്യുമ്പോൾ ഭയങ്കര ഇടങ്ങാറാണ്, നമുക്ക് ഭയങ്കര ക്ഷീണം പറ്റും. ഇതാകുമ്പോൾ നല്ല സുഖമായിട്ട് നിന്നിട്ട് പെയിൻ്റ് അടിക്കാനും പറ്റുന്നുണ്ട്. ഞാൻ കുറേ നിന്ന് മടുത്തപ്പോൾ പിന്നെ എന്താ സ്റ്റൂളിട്ട് കാണ്ട് അങ്ങനെ ഇരുന്ന് പെയിൻ്റ് അടിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒക്കെ അലക്കലത്തെ പണികളൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇതൊക്കെ ചട്ടീൻ്റെ അടിഭാഗം ചുറ്റും പിന്നെ പെയിൻ്റ് അടിച്ചിട്ട് പിന്നെ ആ ഒരു മുകൾ ഭാഗം അങ്ങനെ അടിച്ചെടുക്കുകയാണ്. എന്നാൽ പിന്നെ നമ്മളെ കൈമേലൊന്നും അങ്ങനെ ആവില്ല, നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ മതി. പിന്നെ ചെടി ഇതാ അങ്ങനെയൊക്കെ പിടിച്ചിട്ട് അതിൻ്റെ ചുറ്റൊക്കെ ഒന്നാണ്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ ചെടി ഉണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ പോരാ, അത് ആ ഒരു മട്ടത്തിന് കൊണ്ടുനടന്നില്ല എന്നുണ്ടെങ്കിൽ എടുത്ത് ഒറ്റ ഏറെറിയാൻ തോന്നും. ഇപ്പോൾ ചെടികളൊക്കെ സത്യം പറയുകയാണെങ്കിൽ നല്ലോണം വൃത്തികേടായിട്ടുണ്ട്. വളമിട്ട് കൊടുക്കലില്ല, നോക്കലില്ല, ഇങ്ങനെ നനച്ച് കൊടുക്കുന്നല്ലാതെ പ്രത്യേകിച്ച് കെയറും കാര്യങ്ങളൊന്നും ചെയ്യലില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഗുണം ചെടിമേൽ നോക്കിയിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ചട്ടിയൊക്കെ പെയിൻ്റൊക്കെ അടിച്ച് ഉഷാറായി, ഇനി ചെടിയൊക്കെ ഒന്ന് ഉഷാറാക്കി എടുത്തിട്ട് വേണം. അപ്പോൾ അതിനിടയിൽ ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ അടുത്ത വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഇനി ഇവിടെ ഇരുന്നാൽ ചക്ക പിന്നെ ഒന്നിനും പറ്റൂല, പഴഞ്ചക്കയാണ്. അവൻ്റെ വേണമെന്ന് ചോദിച്ചപ്പോൾ വേണമെന്നും പറഞ്ഞു. അപ്പോൾ നമ്മൾ അടുത്ത വീട്ടിൽ അത് കൊണ്ടുപോയി കൊടുത്തിട്ട് ബാക്കി പരിപാടി നോക്കാം. അപ്പോൾ സമയം 12 മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ പിന്നെ ഞാൻ പെയിൻ്റ് അടിക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ചട്ടിയൊക്കെ ഇതാ നമ്മൾ ചെടിയൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതിൽ ഞാൻ വേറെ ചെടിയാണ് ഇപ്പോൾ ഞാൻ കുഴിച്ചിടാൻ വിചാരിച്ചിട്ടുള്ളത്. ഇനി ഇൻഷാ അല്ലാ ചെടിയൊക്കെ നടുന്ന വീഡിയോസൊക്കെ ഇനിയിപ്പോൾ എന്തായാലും നോമ്പൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. എന്നാലും അതിന് മുന്നേ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചാൽ ഒരു സമാധാനമാണല്ലോ. അപ്പോൾ ആ ഒരു ചട്ടിയൊക്കെ ഇതാ പിന്നെ പെയിൻ്റ് അടിച്ച് എടുത്തിട്ടുണ്ട്. അങ്ങനെ പെയിൻറ്റിങ് പരിപാടിയൊക്കെ ഉണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ് കേട്ടോ. നല്ലോണം ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ്. ഇത് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം അടിച്ച് ചെയ്താൽ നല്ലോണം ഉണ്ടാവും കേട്ടോ, ഇലയും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ ഈ നടുവിലുള്ള ചെടിയും കാര്യങ്ങളൊക്കെ ഓരോരോ ഭാഗത്തേക്ക് അങ്ങനെ സെറ്റാക്കി വെച്ച് കൊടുക്കണം. വെച്ചിങ്ങനെ നോക്കുമ്പോൾ ഒരു ഭംഗിയൊന്നുമില്ല, കാരണം ചെടികളൊക്കെ ആ ഒരു പച്ചപ്പിൽ നിൽക്കാഞ്ഞാൽ വളം ഇട്ട് കൊടുത്താലും വട്ടത്തിൽ നോക്കിയില്ലെങ്കിൽ ആ ഒരു രസം ഇങ്ങോട്ട് കിട്ടൂല. ഇനിയൊക്കെ ഒന്ന് രസമാക്കി എടുത്തിട്ട് വേണം. അപ്പോൾ പിന്നെ ഏതായാലും അടിച്ചു വാരട്ടെ. അപ്പോൾ മോളവിടെ അപ്പുറത്തെ ഭാഗം അടിച്ചു വാരി തരുന്നുണ്ട് കേട്ടോ. ക്ലീനാക്കി എടുക്കണുണ്ട്. ഇങ്ങനെ ഒരു നനച്ചെടി പണിൻ്റെ ആ ടൈമിലൊക്കെ മതിലൊക്കെ ക്ലീനാക്കി എടുക്കുന്നതാണ്. പിന്നെ ഇപ്രാവശ്യം വേണ്ടാന്ന് വെച്ച് ക്ലീനാക്കി മതിൽ മുഴുവനും ഓട്ടയിക്കണം കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മൾ ആ ഒരു വണ്ടി കഴിക്കണ സംഭവം ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് മതിൽ ക്ലീനാക്കൽ. പിന്നെ കുറേ ബ്രഷൊക്കെ വെച്ചിട്ട് അങ്ങനെ കഴുകി എടുക്കലാണ്. അപ്പോൾ ഇപ്രാവശ്യം ഇനിയിപ്പോൾ അതൊന്നും വേണ്ട. മതിലൊക്കെ ഇങ്ങനെ അത് വെച്ചിട്ട് ഇതാക്കിയിട്ട് ഇങ്ങനെ എന്താ പറയുക ഓട്ടാവുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ കുറേ മെനക്കെടുവാണ്. പിന്നെ ഞാൻ വിചാരിച്ചിരുന്നു അതിലൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പെയിൻറ്റ് ഒരു വൈറ്റ് വാഷൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ വേണ്ടാന്ന് വെച്ചു കേട്ടോ. അങ്ങനെ അങ്ങോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെടിയും ചട്ടിയൊക്കെ ഇങ്ങനെ വെക്കുമ്പോഴൊരു വൃത്തിയായിട്ട് തോന്നും കേട്ടോ. ആ ഒരു മതിലും കൂടി ഇങ്ങനെ വെള്ള കളറായി കണ്ട് ഇങ്ങോട്ട് ചെടി വെക്കുകയാണെങ്കിൽ നല്ല രസം ഉണ്ടാവും അതിനും. അപ്പോൾ ഏതായാലും മതിലിൻ്റെ മേലെ കയറ്റി വെച്ച ചട്ടികളൊക്കെ നിൽക്കണ് താഴെ ഇറക്കി വെക്കുകയാണ് കേട്ടോ. അതിൽ വന്ന് എല്ലാ ചട്ടികളും ഇങ്ങോട്ട് താഴെ ഇറക്കി വെച്ചെന്നിട്ടുണ്ട്. എങ്ങനെ വെക്കണം പിന്നെ ഓർഡറിൽ വെക്കണം എന്നുള്ളതൊക്കെ ഇനിയിപ്പോൾ ഞാൻ ചെയ്യണം അറിയില്ലല്ല. പിന്നെ നമ്മൾ ചെടികളെല്ലതും ഒരേപോലെ തന്നെയല്ല, പല ചെടികളും അല്ല. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഓർഡറിൽ ഞാൻ തിരിച്ചിട്ട് വെക്കണം. അപ്പോൾ സിമൻറ്റ് ചട്ടികൾ വെച്ചിട്ടുള്ള അതൊക്കെ ഇങ്ങനെ ഒരു അരുവിലായിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ മോള് മുറ്റടിച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ആ നടുവിലുള്ള ചെടികളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. പിന്നെ ഇതൊക്കെ നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു സ്ഥലം വരെ പോയി വന്നിട്ടുണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ പോകാണ്ടായിരുന്നു. അവിടെയൊക്കെ പോയി വന്നതിൻ്റെ ശേഷം കേട്ടാ പിന്നെ ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതാ പറഞ്ഞത്, നമ്മൾ ഈ ഒരു ചെടീൻ്റെ പണി തുടങ്ങിയാൽ നമുക്ക് പൂക്കന്നെ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര വൈകിയത്. മറ്റേ നമുക്ക് ഒരു ദിവസം വെച്ചിട്ട് പിന്നെ അല്ലെങ്കിൽ 2 ദിവസം വെച്ചിട്ട് എടുക്കാനുള്ള പണിയേ ഉള്ളൂ. അങ്ങനെ ഞാനിതൊക്കെ നമ്മൾ ആദ്യം വെച്ച മോഡലൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെടി. പിന്നെ നമ്മൾ ഇൻ്റർലോക്കിൻ്റെ കുറച്ച് കട്ടകളുണ്ടായിരുന്നു, അത് ഞാനിതൊക്കെ സിറ്റൗട്ടിൽ ഇറങ്ങി ഈ ഒരു ഭാഗത്തായിട്ട് വെച്ചെടുക്കാൻ വിചാരിച്ചിട്ട് അതിൻ്റെ മേലെ ചെടി വെച്ചെടുക്കാൻ വിചാരിച്ചു. ഒക്കെ ഒന്ന് മാറ്റി പിടിച്ചാണ്, ഒക്കെ ഒന്ന് തിരിച്ചും മറിച്ചും അങ്ങനെ വെക്കുക. അല്ലാതെ പ്രത്യേകിച്ച് ചെടിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചേരിതാ വൃത്തിയാക്കി എടുക്കുകയാണ്. പിന്നെ മോനക്ക് ഞാൻ പറഞ്ഞാൽ അങ്ങനത്തെ പണികളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഓനക്ക് ഞാനൊരു തുണി കൊടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ചട്ടിമേലൊക്കെ മണ്ണും പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ലോണം തുടച്ചെടുക്കാൻ വേണ്ടി ആളവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആളത് നല്ല ഉഷാറായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ദാ ഈ ചെടിയൊക്കെ ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ചെടികളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ചിലപ്പോൾ പ്ലാനിങ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും കേട്ടോ. ചെടി ഇങ്ങനെ പല വിധത്തിൽ വെച്ച് നോക്കും. അപ്പോൾ അതിനനുസരിച്ച് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ മാറ്റി റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പം നമുക്ക് കമൻറ്റ് വരലുണ്ട്, ഗാർഡൻ വീഡിയോസും ഇടയ്ക്ക് കാണിക്കണേ, സ്റ്റിച്ചിങ് വീഡിയോസ് കാണിക്കണേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ നമ്മളെ വ്ളോഗിൽ ഗാർഡനും നമ്മൾ സ്റ്റിച്ച് ചെയ്യണ വിശേഷങ്ങളും ഒക്കെ ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ. നമ്മൾ ചെടീൻ്റെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താറുണ്ട്. അപ്പം നമ്മളെ പഴയ വീഡിയോസുകളൊക്കെ ഒന്ന് താഴോട്ട് പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെടികൾ ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോസും പല വെറൈറ്റി വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാനും വേണ്ടി പറ്റും കേട്ടോ. ഗാർഡൻ്റെ കുറേ വിശേഷവും കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഗാർഡൻ ഇതിനെക്കാട്ടും ഉഷാറായിരുന്നു, ചെടികളൊക്കെ നല്ല ഉഷാറായിട്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ടോ ഇഷ്ടമുള്ളവർ. ചിരട്ട വെച്ചിട്ട് പോട്ട് ഉണ്ടാക്കിയതും ഹാങ് പോട്ട് ഉണ്ടാക്കിയതും ഒക്കെ ഒരു കാലത്ത് ട്രെൻഡിങ് ആയിരുന്നല്ലോ. അപ്പോൾ
അപ്പോൾ അതേപോലെ ഉണ്ടാക്കി നോക്കിയതും അതുപോലെ നമ്മളെ വേസ്റ്റ് ടിന്ന് വെച്ചിട്ടോ അങ്ങനെ ഒഴിവാക്കിയ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് പോട്ട് പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ട് ചെടിയൊക്കെ വെച്ചിട്ടൊക്കെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഒക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് അടിയിലേക്ക് പോയി നോക്കിയാൽ മതി. ഒരുപാട് അടിയിലേക്ക് പോയി നോക്കിയാൽ നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഒന്ന് നോക്കിയിട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മളെ ചെടികളൊക്കെ ഒന്ന് ഇങ്ങനെ തരം തിരിച്ചിട്ട് വെക്കുകയാണ് കേട്ടോ. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചൊക്കെ വെച്ച് നോക്കണുണ്ട്. എങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ട് ഒരു ലുക്ക് ഇങ്ങോട്ട് കിട്ടണില്ല. കാരണം ചെടി ഇങ്ങോട്ടൊരു പച്ചപ്പ് ഇങ്ങോട്ട് ആയില്ല, ഒക്കെ ഒന്ന് ആകെ ഇങ്ങോട്ട് ക്ഷീണിച്ച പോലെ. അപ്പം എന്നാൽ നമ്മൾ ഒരുവിധമൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അഗ്ലോണിമൻ്റെ കളക്ഷൻസ് അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഒരു 5-6 കളക്ഷൻസൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അഗ്ലോണിമ. അതാകുമ്പോൾ പ്രത്യേകിച്ച് കെയറും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ വളമിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ചെടികൾ ഞാനിപ്പോൾ വെച്ചെടുക്കുന്ന ഈ രീതിയല്ലേക്കാരം കേട്ടോ കുറച്ച് കഴിയുമ്പോൾ കാണാം. കാരണം ഞാൻ അങ്ങനെ വെച്ച് നോക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചെടിമേൽ ഒരുപാട് ഇലയും കാര്യങ്ങളൊക്കെ ഉണങ്ങി കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് എടുത്തിടുമ്പോഴാണ് ചെടിയൊക്കെ ഒരു കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. അതൊക്കെ ഇനിയിപ്പോൾ സൗകര്യം പോലെ അങ്ങനെ സാധനത്തിൽ അങ്ങനെ എടുത്തിടാൻ വിചാരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനൊക്കെ നോക്കുമ്പോൾ ഇനി ഒരുപാട് സമയം ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മൾ മുറ്റൊക്കെ അടിച്ച് തരുന്ന ടൈമിൽ ഇങ്ങനെ ക്ലീൻ ആക്കി എടുക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടിക്ക് പെയിൻറ്റ് അടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മോനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പെയിൻറ്റ് അടിക്കട്ടെ അപ്പോൾ ഞാൻ ഓനെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 ചട്ടിക്ക് ഓന് പെയിൻറ്റ് അടിച്ചു തന്നതാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ആ ഒരു കൊറോണൻ്റെ സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള ചട്ടിയാണ് കേട്ടോ. അതുവരെ ആയിട്ട് ഒരു കംപ്ലൈൻറ്റും കാര്യമില്ല. അന്ന് പെയിൻ്റ് അടിച്ചതാണ് നമ്മൾ. പിന്നെ പെയിൻ്റ് അടിച്ചിട്ടില്ല. ഒരു ചട്ടിക്ക് നമ്മൾ പെയിൻ്റ് അടിച്ചു കേട്ടോ. ഞാൻ ഇൻഡോറിൽ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ ഒരു ചട്ടിക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു കംപ്ലൈൻറ്റും ഇല്ല, അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മളത് നല്ല ബ്ലാങ്കറ്റ് വെച്ചിട്ടായിരുന്നു കേട്ടോ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കൊറോണ കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര 3 വർഷമൊക്കെ ആയില്ല. അന്ന് ഉണ്ടാക്കിയതാണ്, ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. അങ്ങനെ ചെടികളൊക്കെ ഞാനും മോനും കൂടെയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. പിന്നെ നമ്മളവിടെ പഴയ ചട്ടി പൊട്ടിയ ചട്ടി കാര്യങ്ങളൊക്കെ ഉള്ള ചെടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കാണാത്ത ഭാഗത്ത് ഒരു സൈഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം മരത്ത് വെക്കാൻ ഒരു കോലുമില്ല, ആകെ വൃത്തികേടായിട്ടുണ്ട്. ചെടിയൊന്നും ഞാൻ ഒഴിവാക്കിയിട്ടില്ല. ചട്ടി എടുത്ത് ഒഴിവാക്കാനൊരു വേദന. അപ്പം ഞാൻ എല്ലാ ചെടിയായിട്ട് അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ പോരെ. അപ്പോൾ അതവിടെ കൊണ്ടുപോയി വെച്ച് കൊടുത്തിട്ടുണ്ട്. മരത്ത് നിന്നാണ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മോനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ ഒന്നാണ്ട് അടിച്ചു വാരി എടുക്കണം. ചെടികളൊക്കെ ഒന്നാകൊന്ന് നനച്ചെടുക്കണം. അതൊക്കെ തന്നെയുണ്ട് വിശേഷങ്ങൾ. പിന്നെ ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ഉണ്ടല്ലോ, ഇത് ഞാൻ ഇൻഡോറിൽ വെക്കാമെന്നാട്ടോ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു റെഡ് കളറിലുള്ള ആ ചട്ടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ല, അതിന് പിന്നെ വൈറ്റ് കളർ കൊടുക്കാനാണ് ആഗ്രഹം. കാക്ക കൊടുന്നേരാണെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ പിന്നെ റെഡ് കളർ പെയിൻറ്റ് തന്നെ അടിച്ചിട്ടാണ് ഇൻഡോറിൽ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പോട്ട് വെക്കണത് വേസ്റ്റ് ബക്കറ്റാണ് കേട്ടോ, നമ്മളെ കച്ചറ കൊട്ടൊക്കെ ഇടണം അതാണ്. അത് ഞാൻ പൊട്ടിയപ്പോൾ ഒഴിവാക്കി ഇങ്ങനെ കറുത്ത പെയിൻറ്റൊക്കെ അടിച്ച ടൈമിൽ വെള്ള ഡോട്ടൊക്കെ ഇട്ടുകൊടുത്ത് സെറ്റാക്കിയതാണ്. അപ്പോൾ അതിലുള്ള ആ സ്നേക്ക് പ്ലാന്റ് ഉണ്ടല്ലോ, അത് ഞാൻ അതിൽ പിന്നെ നട്ടതൊന്നല്ല കേട്ടോ. ഇങ്ങനെ വൃത്തികേടായപ്പോൾ ഒഴിവാക്കിക്കാണ്ട് ആ ചട്ടി എടുത്ത് വെച്ചതാണ്. പക്ഷെ അത് അതിലങ്ങനെ പടർന്ന് തോനെ നിന്നപ്പോൾ പിന്നെ നല്ല ഭംഗി തോന്നി. പിന്നെ ഞാനത് ഒഴിവാക്കാൻ നിന്നില്ല കേട്ടോ. അന്ന് വൃത്തികേടായി പിന്നെ ഒഴിവാക്കിയതായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയില്ല. അതിന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കെയറിങ്ങും കാര്യങ്ങളും വള ഒന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണ്. ഇൻഡോറിലും വെക്കാവോ, എത്ര വെയിലുണ്ടായാലും പ്രശ്നമില്ല, മഴ ഉണ്ടായാലും പ്രശ്നമില്ലാത്തൊരു ചെടിയാണ്. അപ്പോൾ അത് തൽക്കാലം അവിടെ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് അടിച്ചു വാരി എടുക്കണം. മതിൽമേലൊക്കെ നല്ല ചട്ടി വെച്ചിട്ട് മണ്ണ് പൊടിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കണം. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു സൈഡിലുള്ള കൊക്കോമരം വെട്ടിയിട്ടാണ്. അപ്പോൾ അതിന് നല്ല പുളിയെറുമ്പുണ്ട്. അപ്പോൾ അത് വെട്ടിയിട്ട സംഭവമൊക്കെ അവിടെ കിടന്ന് ആകെ വൃത്തികേടായി കിടക്കണം. അപ്പോൾ ഒരു കൊമ്പ് ഇങ്ങനെ തൂങ്ങി നിൽക്കണുണ്ട്. അപ്പോൾ ഞാനൊന്ന് പിന്നെ ഒന്ന് വെട്ടി നോക്കിയതുള്ള എറുമ്പെല്ലാം കൂടി എൻ്റെ കൈമ കൂടി കയറി അവിടെ ഇട്ടെറിഞ്ഞ് പോന്നു ഞാൻ. നല്ല പുളിയർമുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടിച്ചു വാരലൊക്കെ കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ചെടികളൊക്കെ ഒന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ആ ഒരു അരേലിയിൽ നിന്നല്ല നല്ല ഭംഗിയുണ്ട്. അതൊക്കെ എൻ്റെ പഴയ വീഡിയോയിലൊക്കെ കണ്ടാലും അറിയാവുന്നതാണ്. 5-6 ചട്ടിയിൽ നല്ല ബുഷായിട്ട് നിന്നീന് കേട്ടോ ആ ചെടി. ഇപ്പോൾ ആ ചെടിയൊന്നും ഇല്ല. ഇനി അതൊക്കെ ഒന്ന് നട്ട് പിടിപ്പിച്ചിട്ട് വേണം ബാക്കിയൊക്കെ നനച്ചെടുക്കാൻ. ഞാൻ ആ ഒരു വർക്കിന് പോയ ടൈമിൽ പിന്നെ നനച്ചെടുക്കാതൊക്കെ ആയിട്ട് ഉണങ്ങിപ്പോയിട്ടാണ്. ഇനിയിപ്പോൾ ഒരു തൈ ബാക്കിയുണ്ട്, ഒക്കെ ഇനി ഒന്ന് നട്ട് പിടിപ്പിച്ച് സെറ്റാക്കി എടുക്കണം. ആ ഒരു ചെടി ഭയങ്കര രസമാണ് കേട്ടോ. നല്ല ബൗൾ രൂപത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയാണ്. അങ്ങനെ മുറ്റും കൂടെയൊക്കെ ഒന്ന് നനച്ച്
വരച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം കാര്യങ്ങളും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടോ, ഷെയർ ചെയ്തിട്ടും പിന്നെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇനി പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.